വികസന കാഴ്ചപ്പാടിൽ ബഹുദൂരം മുന്നിലാണ് കാസർഗോഡ് മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളും. ജില്ലയിലെ ആരോഗ്യരംഗത്തെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയാണ് സ്ഥാനാർത്ഥികളുടെ പ്രചരണം. എയിംസ് തന്നെയാണ് പ്രധാന പ്രചാരണായുധം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാസർഗോട്ടെ വികസന സ്വപ്നങ്ങൾക്ക് തടയിടുന്നുവെന്ന ആക്ഷേപം നിലവിലെ എംപിക്കുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം കാര്യമാത്ര പ്രസക്തമായ ഒരു വികസനവും നടക്കാത്തൊരു മണ്ഡലമാണ്. ഒന്ന്, റെയിലിൻ്റെ പ്രശ്നമാണ് കാര്യമായിട്ടുള്ളത്. ഒരുപാട് സ്റ്റോപ്പ് പല സ്ഥലത്തും വേണം. പുതിയ വണ്ടികൾ എന്തായാലും കാസർഗോഡ് ഭാഗത്തേക്ക് വരേണ്ടതാണ്. കാഞ്ഞങ്ങാട് കാണിയൂർ പാത എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു സ്വപ്നമായിട്ട് നിൽക്കുകയാണ്. പിന്നെയുള്ളത് മേൽപ്പാലങ്ങളാണ്. എൻഡോസൾഫാൻ രോഗികൾക്ക് കരുണാകരൻ MP ഉണ്ടാകുമ്പോഴാണ് കുറേയധികം ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊണ്ടു കൊടുത്തിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് ഇടപെടേണ്ട പ്രശ്നം ഇതിനകത്തുണ്ട്. കാരണം സുപ്രീം കോടതിയുടെ വിധി തന്നെ കമ്പനിയിൽ നിന്ന് തുക ഈടാക്കി ഈ പാവപ്പെട്ട ജനവിഭാഗത്തിന് കൊടുക്കണം എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സന്ദർഭത്തിലാണ് എൻഡോസൾഫാൻ വിക്ടിം റെമഡിയേഷൻ സെല്ലെന്ന് പറഞ്ഞൊരു സെല്ല് തന്നെ ആരംഭിച്ചിട്ടുള്ളത്. അത് ഫലപ്രദമാക്കി മുമ്പോട്ട് പോയി ഈ എൻഡോസൾഫാൻ രോഗികളുടെ ഇന്നത്തെ അവശതകൾക്ക് സ്ഥായിയായ പരിഹാരം കാണാൻ പറ്റുന്ന നടപടികൾ സ്വീകരിക്കണം. ഇവിടെ സംസ്ഥാന സർക്കാരേ ചെയ്തുള്ളൂ. എൻഡോസൾഫാൻ രോഗികൾക്ക് സംസ്ഥാന സർക്കാർ എത്രവിധ ആനുകൂല്യങ്ങളാണ് നൽകിയിട്ടുള്ളത്? അതുപോലെ തന്നെ ഏതെല്ലാം തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകി? എന്താ കേന്ദ്ര സർക്കാരിന് ഇടപെടിപ്പിക്കാൻ വേണ്ടി കഴിയാത്തത്? എല്ലാ MP മാർക്കും 17 കോടി, എനിക്ക് 19 കോടി. P കരുണാകരൻ ചെലവാക്കാതെ വെച്ചിട്ട് പോയ 2.5 കോടിയോട് ചേർത്ത് 19 കോടി. ആ 19 കോടിയും ചെലവാക്കിയ ലിസ്റ്റ് തരാം. അതുകൂടാതെ 696 കോടി വികസനം കൊണ്ടുവന്നു. എൻ്റെ ഒരു ചിരകാല സ്വപ്നം കാസർഗോഡ് എൻഡോസൾഫാൻ്റെ ഇരകളെ രക്ഷിക്കണമെങ്കിൽ എയിംസ് ഇവിടെ കൊണ്ടുവരണം. മുഖ്യമന്ത്രിക്ക് ഒരേ ഒരു വാശി, പുള്ളിയുടെ മകളുടെ ഭർത്താവ് റിയാസ് കോഴിക്കോട്ടുകാരനായതുകൊണ്ട് കിനാലൂർ വേണം. കേന്ദ്രം 200 ഏക്കർ സ്ഥലം ആവശ്യപ്പെട്ടു. പുള്ളി 190 ഏക്കറേ കൊടുത്തിട്ടുള്ളൂ. ഞങ്ങളത് കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കോഴിക്കോട്ട് പുള്ളിയുടെ പൂതി നടപ്പിലാവാൻ പോകുന്നില്ല. കാസർഗോഡാണ് ഇത് കിട്ടേണ്ടതെന്ന് കേരളത്തിലെ ഒരു മലയാള പത്രം, 14 എഡിഷനുള്ള മലയാള പത്രം, 14 എഡിഷനിലും എഡിറ്റോറിയൽ എഴുതി കേരളത്തിൽ എവിടെങ്കിലും എയിംസ് സ്ഥാപിക്കുന്നെങ്കിൽ കാസർഗോഡ് വേണം. ടൂറിസത്തിന് അനന്ത സാധ്യതകളുള്ള നാടാണ് ഈ നാട്. അതിന് ഒരുപാട് പ്രോജക്റ്റുകൾ എൻ്റെ മനസ്സിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പെരിയയിൽ ഒരു എയർ സ്ട്രിപ്പ് കൊണ്ടുവരിക എന്നുള്ളത്. ഇവിടെ നമുക്ക് കാസർഗോഡ് മണ്ഡലത്തിലെ നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് വേണ്ടത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. നമുക്കിവിടെ അറിയാം, ഒരു എന്തെങ്കിലും എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തുള്ള കർണാടകനെ ആശ്രയിക്കുന്നുള്ളത്. നമുക്കൊരു സാധാരണമായിട്ടുള്ള ഒരു മിനിമം ഒരു ഹോസ്പിറ്റൽ വ്യവസ്ഥ പോലും ഇവിടെ ഇല്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ ജയിച്ച് വന്നു കഴിഞ്ഞെങ്കിൽ എയിംസ് കൊണ്ടുവരാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയ സ്ഥലങ്ങൾ എല്ലാം അന്വേഷിച്ചുകൊണ്ടുണ്ട്. LDF പിന്നെ UDF പറഞ്ഞ പോലെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ബാക്കി വെക്കുന്നല്ല. ഇത് മോദിജിയുടെ ഗ്യാരണ്ടി എൻ്റെ ഉറപ്പാണ്. ഇവിടെ ഞാൻ ജയിച്ച് വന്നു കഴിഞ്ഞെങ്കിൽ എയിംസ് കൊണ്ടുവരും. വേറെ സ്ഥലത്തിലെല്ലാം MP മാർ BJP MP മാർ പോയിട്ട് അവിടെ എടുക്കുന്ന ഡെവലപ്മെൻറ്റ്സ് ആണുണ്ട്. ഇവിടെ മാത്രമാണോ സ്റ്റോപ്പ് ആക്കുന്നത്? നമുക്ക് ഒരു BJPക്ക് MP MLA ഇല്ലാത്ത സ്ഥലത്തും പോലും നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് ഇപ്പോൾ ഹൈവേ 6 ലൈൻ ആക്കിയിട്ട് തന്നു. അതേപോലെ കാസർഗോഡിൻ്റെ ഹാർബർ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് 50 crores കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ അപ്ഗ്രേഡേഷൻ വേണ്ടിയിട്ട് നമുക്ക് 24 crores കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് തടസ്സം വരുന്നുള്ളത്? അതേ പറയുന്നല്ലോ, LDF പിന്നെ UDF ബായ് എടുത്തെങ്കിൽ പച്ചക്കളം പറയുന്നതാണ്.